ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിലുള്ള ഇന്റർ കാശിയുടെ അരങ്ങേറ്റ സീസണാണ് ഇത്. കഴിഞ്ഞ തവണത്തെ ഐ ലീഗ് നേടിക്കൊണ്ടാണ് ISLലേക്ക് ഇന്റർ കാശി എത്തിയിട്ടുള്ളത്. മികച്ച പ്രകടനം തുടക്കത്തിൽ അവർ പുറത്തെടുത്തു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് FC എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഇന്റർ കാശി പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നാലെ അവരുടെ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് ഹബാസ് ചില സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ക്ലബിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലബിൻ്റെ മാനേജ്മെൻറ്റും താരങ്ങളും തമ്മിൽ ഇപ്പോൾ ഉടക്കിലാണ്. ക്ലബിൻ്റെ മാനേജ്മെൻറ്റ് താരങ്ങൾക്ക് സാലറി നൽകുന്നില്ല എന്നൊക്കെയാണ് ലോപ്പസ് ഹബാസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യം പഞ്ചാബ് FCക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പക്ഷേ ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്റർ കാശി എന്ന ക്ലബ്ബ് വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലബിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ ക്ലബിലെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ISLൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുമാത്രമാണ് എൻ്റെ ഉത്തരം. ഈ സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം ദുഃഖിതനാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ അവസാനം വരെ 100% നൽകിക്കൊണ്ടാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ താരങ്ങൾക്കും സ്റ്റാഫുകൾക്കും അവരുടെ സാലറി പോലും ലഭിക്കുന്നില്ല. ഇനി ഇത് തുടർന്ന് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഹബാസ് പറഞ്ഞിട്ടുള്ളത്. അതായത് താരങ്ങൾക്കും സ്റ്റാഫുകൾക്കും സാലറി ലഭിക്കുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഈ ടീമിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് ഹബാസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഉടമസ്ഥർ സാലറി നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് ഇന്റർ കാശി ഉള്ളത്. 9 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.